സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ കുരിശിലെ അവസാന നിമിഷത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ അവൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന് ഭരമേൽപ്പിക്കുന്നു. അവസാന ഭാഗത്ത് പറയുന്നു, അവനെ അവൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചുവെന്ന്. ഇന്ന് ദൈവമാതാവിൻ്റെ തിരുസഭയുടെ അമ്മയായ മാതാവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും യേശുനാഥൻ പരിശുദ്ധ കന്യകാമറിയത്തെ നൽകിയിരിക്കുന്നു. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിതത്തിലേക്ക് കന്യകാമറിയത്തിനോട് ചേർന്ന് സഞ്ചരിക്കാം. പരിശുദ്ധ അമ്മ നമ്മളോട് കൂടെ എപ്പോഴുമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ദിവ്യസുതനോട് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും യാചിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. സുവിശേഷത്തിൻ്റെ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ അവസാന തുള്ളി രക്തം വരെ യേശുനാഥൻ മറ്റുള്ളവർക്ക് വേണ്ടി നൽകി. ഈ ഭൂമിയിലും നമ്മളുടെ ജീവിതം കൊണ്ടും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായി നമുക്ക് സാധിക്കട്ടെ.